ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പോകുന്നത് UK-യിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കോസ്റ്റൽ ഡെസ്റ്റിനേഷനുകൾ രണ്ടായിട്ടുള്ള ലുൽവർത്ത് കോവും ഡർഡിൽഡോറും കാണാനാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ കാറിലാണ് യാത്ര ചെയ്യുന്നത്. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നല്ല വെയിലും അതേസമയം വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണിന്ന്. മനോഹരമായ ഗ്രാമീണ കാഴ്ചകളും പച്ചപ്പൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര. ഫോട്ടോകളിലും വീഡിയോകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഈ സ്ഥലങ്ങൾ നേരിട്ട് കാണാൻ പറ്റുന്ന സന്തോഷത്തിലാട്ടോ ഇന്നത്തെ പോക്ക്. നീല നിറമുള്ള കടലും അതിശയകരമായ പാറക്കെട്ടുകളും തണുത്ത കടൽക്കാറ്റും ശാന്തമായ അന്തരീക്ഷവും ഈ യാത്രയെ കൂടുതൽ സ്പെഷ്യലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ കോസ്റ്റൽ അഡ്വഞ്ചറിലേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ലുൽവർത്ത് കോവും ഡർഡിൽഡോറും ഞങ്ങളോടൊപ്പം എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾ ഓക്കെ അല്ലേ? ലുൽവർത്ത് കോവിൻ്റെ അടുത്തുള്ളൊരു ചെറിയ ഗ്രാമമാട്ടോ ഈ കാണുന്നത്. ഇവിടെയുള്ള വീടുകൾ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. മിക്ക വീടുകളും പഴയ ഇംഗ്ലീഷ് കോട്ടേജ് സ്റ്റൈലിൽ നിർമ്മിച്ചതാണ്. കല്ലുകൊണ്ടുള്ള ചുമരുകളും പുല്ലോ ടൈലോ ഉപയോഗിച്ചുള്ള മേൽക്കൂരകളും ഒക്കെ ചേർന്ന് ഈ ഗ്രാമത്തിനൊരു പഴമയുടെ ഭംഗി നൽകുന്നുണ്ട്. നമ്മളിത് പാർക്കിങ്ങിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് ലുൽവർത്ത് കോവിലോട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഒരു പ്രൈവറ്റ് കാർ പാർക്കിലാണ് കേട്ടോ. ഹോൾ ഡേ പാർക്കിങ്ങിന് ഒരു 10 പൗണ്ടായിരുന്നു ചാർജ്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ വേറെ പാർക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് പാർക്ക് ചെയ്തു. ഞങ്ങൾ രാവിലെ വന്നതുകൊണ്ട് ഈ ഏരിയയിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പാർക്കിംഗ് സ്പേസ് കണ്ടെത്താൻ വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പയ്യെ നടക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. നടക്കുന്ന വഴികളിലൊക്കെ നല്ല രസമായിരുന്നു. ഇരുവശവും നിറയെ മരങ്ങളും പച്ചപ്പും ഒക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീടുകളും കാണാൻ പറ്റും കേട്ടോ. ചെറിയൊരു ഗ്രാമത്തിലൂടെ നടക്കുന്ന പോലൊരു ഫീലാണ്. വഴിയിലുടനീളം ഇടയ്ക്കിടയ്ക്ക് വേറെ പാർക്കിംഗ് ഏരിയകളും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സീസൺ സമയത്ത് വരുന്നവർക്ക് പാർക്കിംഗ് ഓപ്ഷനുകൾ കുറവായിരിക്കില്ലെന്ന് തോന്നുന്നു. പിന്നെ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആളുകൾ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. ചിലർ തിരിച്ചു വരുന്നുമുണ്ട്. എല്ലാവർക്കും ഈ നല്ല കാലാവസ്ഥയും കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. സത്യത്തിൽ ഈ ഒരു ചെറിയ നടത്തം പോലും ബോറടിപ്പിക്കുന്നില്ല. ചുറ്റുമുള്ള കാഴ്ചകളും കണ്ട് സംസാരിച്ച് നടന്നാൽ സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ. ഇവിടെ മുതൽ നമുക്ക് ആ ലുൽവർത്ത് കോവിൻ്റെ ടോപ്പ് ഭാഗം കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നടക്കുന്ന ഇടയിൽ വഴിയിലൂടെ ഇരുവശങ്ങളുമായിട്ട് പലതരത്തിലുള്ള പൂക്കളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പല നിറത്തിലുള്ള ചെറിയ ചെറിയ കാട്ടുപൂക്കളും ഈ സ്ഥലത്തൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് വരുമ്പോൾ ഇവ കൂടുതൽ മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇടയ്ക്ക് ചെറിയ അരുവികളും വെള്ളം ഒഴുകുന്ന ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ. അതുകൊണ്ട് ഈ സ്ഥലത്തിനൊരു ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷം കിട്ടുന്നുണ്ട്. വെള്ളത്തിൻ്റെ ശബ്ദവും പക്ഷികളുടെ ശബ്ദവും ഒക്കെ ചേർന്നപ്പോൾ നടക്കാൻ നല്ലൊരു അനുഭവമായിരുന്നു. വഴിയരികെ കാണുന്ന ഈ വീടുകളും ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ പറ്റത്തില്ല കേട്ടോ. മിക്ക വീടുകളും പഴയ ഇംഗ്ലീഷ് കോട്ടേജ് സ്റ്റൈലിലുള്ളവയാണ്. കല്ലുകൊണ്ടുള്ള ചുമരുകളും പരമ്പരാഗത ഡിസൈനും ഒക്കെ ആയിട്ട് ഇന്നും നന്നായിട്ട് സംരക്ഷിച്ചു പോകുന്നത് കാണാൻ ഒരു സന്തോഷമുണ്ട്. ഇത്തരം വീടുകൾ കാണുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പഴക്കവും ചരിത്രവും മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ആധുനിക കെട്ടിടങ്ങളേക്കാൾ കൂടുതൽ ഒത്തിരി വ്യത്യസ്തമായിട്ട് ഇവിടെ വീടുകൾക്കൊരു സിമ്പിളും അത്ര മനോഹരമായിട്ടുള്ള ഭംഗിയുണ്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പതുക്കെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഈ അരുവി നോക്കിയേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് നേരെ പോകുന്നത് ആ ലുൽവർത്ത് കോവിലോട്ടാണ് കേട്ടോ. നോക്കിയേ, ലുൽവർത്ത് കോവിൻ്റെ ആ ചെറിയൊരു ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന്. ഇവിടെ ഒത്തിരിയേറെ ഇതുപോലത്തെ കടകളുണ്ട് കേട്ടോ. നല്ല രസം. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് വാങ്ങിക്കാനോ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കാനോ അങ്ങനെയൊക്കെ നമുക്ക് ഈ കടകൾ അവിടെ അത്യാവശ്യത്തിന് അടുത്തുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ, ലുൽവർത്ത് കോവ്. ഇവിടെ എത്തുമ്പോൾ തന്നെ കുറച്ച് ആളുകളുണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കില്ലെങ്കിലും അത്യാവശ്യം ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മുമ്പ് നടന്ന വഴിയിൽ കണ്ട ആ ചെറിയ അരുവി ഉണ്ടല്ലോ, അതിലെ വെള്ളമൊക്കെ ഒഴുകി ഈ അവസാനം എത്തുന്നത് ഈ കടൽ ഭാഗത്തേക്കാണ് കേട്ടോ. അങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഒരുകി വരുന്ന വെള്ളവും ഈ കോവിൻ്റെ കാഴ്ചയൊക്കെ ചേർന്നപ്പോൾ നല്ലൊരു കണക്ഷൻ ഫീലുണ്ട്. ഇവിടെ പലരും വെള്ളത്തിലിറങ്ങി കളിക്കുന്നതും ചിലർ സ്വിമ്മിങ്ങിനായിട്ട് തയ്യാറെടുക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചിലർ സിമ്പിളായിട്ടിരുന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കുകയാണ്. സത്യത്തിലൊരു ചെറിയ ബീച്ച് പോലെയാണ്, പക്ഷേ ചുറ്റുമുള്ള ക്ലിഫ്സും പാറക്കെട്ടുകളൊക്കെ ചേർന്ന് ഇതിന് പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ആ ക്ലിഫിൻ്റെ ഭാഗത്തോട്ട് നടന്നു പോവാം കേട്ടോ. ഇവിടുന്ന് കുറച്ച് നമ്മൾ കുത്തനെയുള്ള മുകളിലേക്കുള്ള കയറ്റം കയറണം. ലുൽവർത്ത് കോവിൻ്റെ ഡർഡിൽഡോറിൻ്റെ ക്ലിഫ് സൈഡിലേക്കാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. കയറുമ്പോൾ തന്നെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം ഇതിൻ്റെ കാഴ്ചയാണ്. താഴെ നീല നിറത്തിലുള്ള കടലും വളഞ്ഞ കോവ് ഷേപ്പിലുള്ള തീരവും പിന്നെ ചുറ്റുമുള്ള വൈറ്റ് നിറത്തിലുള്ള പാറക്കെട്ടുകളും ഒക്കെ ചേർന്ന് ഒരു പെയിൻറ്റിങ് പോലെ ഒരു ഫീലാണ് കേട്ടോ.
ഇത് വെറും ഒരു ടൂറിസ്റ്റ് സ്പോട്ട് മാത്രമല്ല കേട്ടോ. സത്യത്തിൽ ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ജിയോളജിക്കൽ ഏരിയ കൂടിയാണ്. ഈ അറിയപ്പെടുന്നത് ഒരു ഹെറിറ്റേജ് കോസ്റ്റലിൻ്റെ ഭാഗമാണ്. അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഭൂമിശാസ്ത്ര ചരിത്രം ഇവിടെ പാളികളായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലം. ഈ ക്ലിഫുകൾ പ്രധാനമായിട്ടും ചോക്കെന്നും ലൈംസ്റ്റോൺ എന്നും പറയുന്ന പാറകളെ രൂപപ്പെട്ടതാണ്. കടലിൻ്റെ തിരമാലകൾ വർഷങ്ങളായിട്ട് അടിച്ചുകൊണ്ട് ഈ പാറകൾ ഈ ഒരു ഷേപ്പിലോട്ട് മാറിയതാണ്. ലുൽബർക്കോവ് തന്നെ ഒരു പെർഫെക്റ്റ് ഉദാഹരണമാണ് ഈ സീ എറോഷൻ എന്ന് പറയുന്ന സംഭവത്തിന്. കടൽ ആദ്യം കഠിനമായിട്ടുള്ള ഈ പുറം പാറകളെ തകർത്തിട്ട് പിന്നെ ഉള്ളിലെ സോഫ്റ്റ് ആയിട്ടുള്ള റോക്സിനെ വേഗത്തിൽ കുഴഞ്ഞ് അങ്ങനെ ഒരു സർക്കുലർ ഷേപ്പുള്ള കോവായിട്ട് രൂപപ്പെട്ടതാണിത്. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കാണുന്നത് ഒരു നാച്ചുറൽ ലൈംസ്റ്റോൺ ആർക്കാണ്. അതായത് കടൽ വർഷങ്ങളായിട്ട് പാറയുടെ നടുവിൽ ഒരു ഹോൾ പോലെ എറോഡ് ചെയ്തുണ്ടാക്കിയതാണ്. ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും കേട്ടോ. ഇവിടുത്തെ ക്ലിഫ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കളറാണ്. വൈറ്റ് നിറത്തിലുള്ള ഈ പാറകൾ സൺലൈറ്റിൽ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഫ്രഷ് ക്ലീൻ ഓപ്പൺ വൈബ് കിട്ടും. അതുകൊണ്ടാണ് ഈ സ്ഥലം UK-യിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോസ്റ്റൽ വാക്സിൽ ഒന്നായിട്ട് മാറിയത്. ഇവിടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ട്രെയിൽസ് ആണ്. ചില ഭാഗങ്ങളിൽ സ്റ്റീപ്പ് ആയിരിക്കും, അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഓരോ സ്റ്റെപ്പിലും വരുന്ന കാഴ്ചകളും അത്രയ്ക്ക് മനോഹരമാണ് കേട്ടോ. ഇടയ്ക്ക് നിൽക്കാതെ പോകാൻ നമുക്ക് പറ്റത്തില്ല. സത്യത്തിൽ ഈ സ്ഥലത്ത് വരുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് വേറെ ഒരു പ്ലേസ് അല്ല, ഒരു നാച്ചുറൽ ഹിസ്റ്ററി ലെസൺ പോലെ തന്നെയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമി എങ്ങനെ മാറി വന്നതാണെന്ന് നേരിട്ട് കാണാൻ പറ്റുന്നൊരു അനുഭവം. നമ്മൾ കയറിയ സെയിം സൈഡിൽ കൂടെ അല്ല കേട്ടോ ഇറങ്ങിയത്. ഇത് ചെറിയൊരു സ്റ്റീപ്പായിട്ടുള്ള പാതയിലൂടെയാണ് നമ്മൾ താഴേക്ക് പോകുന്നത്. ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ ഇറങ്ങുമ്പോൾ തന്നെ മനസ്സിലായി ഇത് കുറച്ച് കുത്തനെയുള്ള സ്ലൈഡ് പോലെയുള്ള പാതയാണ്. എന്നാലും പയ്യെ സ്ലോ ആയിട്ട് ഞങ്ങൾ ഇറങ്ങി, വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് ഇറങ്ങി എത്തി കേട്ടോ. താഴെ ഇറങ്ങിയപ്പോൾ നമ്മൾ നേരെ എത്തിയത് ഈ ലുൽബർക്കോവിൻ്റെ ബീച്ച് സൈഡിലേക്കാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ നല്ല വ്യത്യസ്തമായ വ്യൂ ആണ് കേട്ടോ. ഒരു വശത്ത് ക്ലിഫും മറുവശത്ത് ഓപ്പൺ കടലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ചെന്നപ്പോൾ തന്നെ കുറേ ആളുകളുണ്ടായിരുന്നു കേട്ടോ. ചിലരിരുന്ന് റിലാക്സ് ചെയ്യുന്നു, ചിലർ ഫോട്ടോ എടുക്കുന്നു. ഇതൊരു ഡ്രോൺ ഷോട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ആ ശരിക്കുമുള്ള കോവിൻ്റെ ആ ഷേപ്പ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആ ക്ലിഫും അതിൻ്റെ ആ പച്ചപ്പുള്ള സൈഡുകളും എല്ലാം കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ആ നീണ്ടു കിടക്കുന്ന പാതയില്ലേ, അവിടെ ആട്ടോ നമ്മൾ കുത്തനെ കയറിയെന്ന് പറഞ്ഞത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ കുറേ അവിടുത്തെ ഫുൾ കാഴ്ചകളൊക്കെ കണ്ടത്. അങ്ങോട്ടേക്ക് കയറാനായിട്ട് നമ്മൾ ഈ ഡർഡിൽ ഡോർ പോകുന്ന പോലെ വലിയ കുത്തനെയുള്ള കയറ്റമല്ല, ഒരു ഇച്ചിരി നടന്നാൽ മതി. പക്ഷെ എന്നാലും അത്യാവശ്യം കുത്തനെയുള്ള ഒരു ചെറിയ കയറ്റം പോലെ തന്നെയാണ്. പക്ഷെ അവിടെ നിന്നുള്ള വ്യൂ ഭയങ്കര രസമായിരുന്നു. ഒത്തിരിയേറെ ബോട്ടുകൾ അവിടെ അടുത്തായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നേ. ആ ബോട്ടുകൾ പോകുന്ന കാണാനും എല്ലാം വളരെ ഭംഗിയായിരുന്നു. ലുൽബർക്കോവിൽ നിന്ന് ഡർഡിൽ ഡോർ വരെയുള്ള ഒരു ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അത് ട്രൈ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നല്ല ബെസ്റ്റായിട്ട് ലുൽബർക്കോവിൻ്റെ കാഴ്ചകളും ഡർഡിൽ ഡോറിൻ്റെ കാഴ്ചകളും കാണാൻ പറ്റും. ഈ ബോട്ടിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളും ഡർഡിൽ ഡോറിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പം ഡർഡിൽ ഡോറിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.